ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചിലവിട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം കൊണ്ടൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ തോലൊക്കെ പഴുത്ത് കറുത്തു പോയിട്ടുള്ള നേന്ത്രപ്പഴം ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അങ്ങനത്തെ പഴവും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. 4 നേന്ത്രപ്പഴം വെച്ചിട്ടുണ്ട്, എന്നാൽ 2 മാത്രമേ ഞാൻ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴവും നമ്മളിനി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ പഴം ഒന്ന് തോലൊക്കെ കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരു പഴത്തിനെ നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്, ഒരുപാട് ചെറുതല്ല, ഞാൻ ഇതിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. നല്ല പഴുത്തിട്ടുള്ള പഴമാണ്, നല്ല മധുരമുള്ള നല്ല പഴമാണ്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിവിടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരുപാട് എന്താ പറയുക, വലുതാക്കിയും കട്ട് ചെയ്യണ്ട, എന്നാൽ വളരെ കുഞ്ഞാക്കിയും കട്ട് ചെയ്യണ്ട. ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് മറ്റേ പഴവും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്ക് കൂടിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു ഐറ്റം കൂടിയാണ്. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. ഞാൻ അതേ പഴം 2 ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലോർ ആണ്. 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഈ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കോൺഫ്ലോർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതിനു പകരം അരിപ്പൊടി യൂസ് ചെയ്യാവുന്നതാണ്. അരിപ്പൊടിയും കയ്യിലില്ലെങ്കിൽ മൈദ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഗോതമ്പൊടി യൂസ് ചെയ്യേണ്ട, ഗോതമ്പൊടി അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഗോതമ്പൊടി വെച്ച് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അത്രക്ക് പറ്റിയിട്ടില്ല. മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കോൺഫ്ലോറോ എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ കോൺഫ്ലോർ ഈ പഴത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കോളൂ കേട്ടോ. പഴത്തിന് എന്തായാലും ചെറിയൊരു നനവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ ഈ കോൺഫ്ലോർ നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇപ്പോൾ 2 പാട് ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അതൊന്ന് ആ ഒട്ടിപ്പൊന്ന് വേർപെടുത്തിയിട്ട് ഒന്നിങ്ങനെ ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തേക്കും കോൺഫ്ലോർ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് ഞാൻ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കുന്നുണ്ട്. ഒരുപാട് ഓയിലൊന്നും വേണ്ട, വളരെ കുറച്ച് ഓയിൽ മതി. ഒരു 1/4 കപ്പ് ഓയിലൊക്കെ മതിയാകും. എന്നിട്ട് ഇതൊന്ന് നന്നായി ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മളിവിടെ കോൺഫ്ലവർ മിക്സ് ചെയ്ത പഴം ഇട്ട് കൊടുക്കുക. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക, എന്നിട്ട് പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക കേട്ടോ. ഇതിങ്ങനെ ഒപ്പം ഇങ്ങനെ ഇട്ട് വിചാരിച്ചിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് അത് വേർവിട്ട് വന്നോളൂ കേട്ടോ. അങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ ഇരിക്കുകയൊന്നുമില്ല. നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ അത് വേർവിട്ട് കിട്ടിക്കോളൂ കേട്ടോ. സാധാരണ പഴം കൊണ്ട് തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ബനാന സ്നാക്കാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. കണ്ടോ, ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഇതേപോലെ നമുക്ക് എല്ലാതും വേർവിട്ട് കിട്ടിക്കോളും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇപ്പോൾ ഇത് എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഞാനൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അടുത്ത ബാച്ച് ഇടുമ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അതായത് എണ്ണ ഒരുപാട് ചൂടായി പുകഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഇടയ്ക്കൊന്ന് ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ പറയുന്നത്. ഇപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുഴുവനും ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിതുപോലെ ഒരു പാൻ എടുത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായി തുടങ്ങും. അപ്പോൾ അതെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കളർ മാറി പുകഞ്ഞൊരു പുകച്ചൂര് വരും. അത് വരാതിരിക്കാനായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒന്ന് പതിഞ്ഞ് വരുന്ന തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. തിളയ്ക്കാത്ത പച്ചവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വിട്ടിട്ട് നിന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്പമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഫ്ലെയിം ഒരല്പം ഞാനൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാരമൽ ഒന്ന് കട്ടയായിട്ടുണ്ട്, ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട്. ഹൈയിൽ വെക്കേണ്ട, ലോയിൽ നിന്ന് ഒരല്പം കൂട്ടി കൊടുത്താൽ മതി. ഈ കാരമൽ സോസ് ഈ സിറപ്പൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് കാരമലൊക്കെ നമ്മൾ വെള്ളം ചേർത്തപ്പോൾ കട്ടയായി, പിന്നീട് അതെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പഞ്ചസാരയുടെ മധുരമുണ്ട്, പഴത്തിൻ്റെ മധുരമുണ്ട്, മിൽക്ക് മെയ്ഡിനും നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഫ്ലെയിം കൂട്ടാൻ തന്നെ വേണ്ട കേട്ടോ. അപ്പോൾ അതെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മിൽക്ക് മെയ്ഡും ഈ കാരമലിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്ത എള്ളാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഏലക്കയുടെ പൊടി ചേർക്കുന്നുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ആണ് ഏലക്കയുടെ പൊടി ചേർക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബട്ടർ ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുക. എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി കേട്ടോ. കാരമലായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് നന്നായിട്ട് ക്രഷാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ചെറുതാക്കി ക്രഷാക്കി എടുക്കുക. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ഇതിലേക്ക് നമുക്ക് ഒരു ചേരുവ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഫ്ലെയിം അങ്ങ് ഓഫാക്കുക. ഓഫാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ പാലാണ്. ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചെറിയ ചൂടോടുകൂടി ചേർക്കണം. ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള തണുത്ത പാൽ അങ്ങനെ ചേർക്കരുത്. അപ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടാവും. അപ്പോൾ പാലൊന്ന് തിളപ്പിച്ചിട്ട് അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഈ ഒരു സോസ് കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ പാൽ വരെ ചേർത്ത് കൊടുക്കുക. എനിക്കിത് ഒരുപാട് ലൂസായിട്ട് ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ പാൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി ഈ ഒരു സോസ് കൂടുതൽ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ, പഴത്തിൻ്റെ ഒപ്പം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ പാൽ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫാക്കിക്കണം കേട്ടോ. എന്നിട്ടാണ് പാല് ചേർത്തത്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ബദാം കൃഷി ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിസ്ത, അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് നട്ട്സുകളൊക്കെ കൃഷി ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പം മധുരം കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡിൻ്റെ അളവ് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും കേട്ടോ. ഇതുപോലെ ആരെങ്കിലും റെഡിയാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിപ്രായം അറിയിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാനും ആരും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതിൻ്റെ സോസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊന്നും വിടില്ല, അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ.